ഓക്കെ, നമ്മുടെ തേർഡ് ചാപ്റ്റർ 3 വൻകരകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു സാമ്രാജ്യത്തെ കുറിച്ചാണ്. 3 ഭൂഖണ്ഡങ്ങളിലായിട്ട് an empire across 3 continents അല്ലെ. അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്ന പോയിന്റുകൾ മാത്രം നിങ്ങൾ നോട്ട് ചെയ്യാം. 3 കോണ്ടിനെന്റ്സ് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാണ് നമുക്കറിയാം. ഒന്നാമത്തെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ, യൂറോപ്പിന്റെ ഭൂരിഭാഗവും. ഫസ്റ്റിൽ പറയുന്നത് ഏതാണ്? യൂറോപ്പിന്റെ ഭൂരിഭാഗവും. ദെൻ പശ്ചിമേഷ്യ, യൂറോപ്പിന്റെ ഭൂരിഭാഗം വരുന്നുണ്ട്, പശ്ചിമേഷ്യ വരുന്നുണ്ട്, വടക്കേ ആഫ്രിക്ക. ഇത് മൂന്നുമാണ് നമ്മുടെ ചാപ്റ്ററിൽ പറയുന്ന 3 കോണ്ടിനെന്റ്. ഇതിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു സാമ്രാജ്യത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. യെസ്, ഏത് പഠനവും നടത്താൻ നമ്മളെ സഹായിക്കുന്ന തെളിവുകൾ, ഒന്ന് ഗ്രന്ഥപരമായ തെളിവുകളാണ്, 2 പ്രമാണപരമായത്, 3 ഭൗതിക അവശിഷ്ടങ്ങൾ. ഓരോന്നും എന്താ നോക്കൂ, ഗ്രന്ഥം അല്ലെ, എന്നുവെച്ചാൽ ചരിത്രം, അതുപോലെ കത്തുകള്, പ്രഭാഷണങ്ങള്, ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ളതാണ്. അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഗ്രന്ഥപരമായ തെളിവുകളാണ്. പ്രമാണം, കൊത്തുലിഖിതങ്ങള്, അതുപോലെ പാപ്പറസ് ചുരുളിലെ ലിഖിതങ്ങള്, കരാറുകള്, കണക്കുകൾ, ഇതും വളരെ നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രമാണങ്ങളാണ്. നമ്മളിപ്പോ വീടിന്റെ പ്രമാണമൊക്കെ സൂക്ഷിക്കും അല്ലെ, അപ്പൊ അത് അത്രയും നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിനെയാണ് പ്രമാണപരമായ തെളിവുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭൗതിക അവശിഷ്ടങ്ങൾ നമുക്കറിയാം, മണ്ണിൽ നിന്ന് കിട്ടുന്നതാണ് അല്ലെ, സ്മാരകങ്ങള്, കെട്ടിടങ്ങള്, നാണയങ്ങളൊക്കെ. ഇനി ഏതൊക്കെയാണ് 2 സാമ്രാജ്യങ്ങൾ നോക്കാം. ഒന്ന് റോമൻ സാമ്രാജ്യവും 2 ഇറാനിയൻ സാമ്രാജ്യവും. ഈ സാമ്രാജ്യങ്ങളെ കുറിച്ചാണ് ചാപ്റ്ററിൽ പറയുന്നത്. 3 വൻകരകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന സാമ്രാജ്യങ്ങളെ കുറിച്ച് നോക്കൂ. ക്രിസ്തുവിന്റെ ജനനം മുതൽ 7-ാം നൂറ്റാണ്ട് വരെ ഈ 2 സാമ്രാജ്യങ്ങളുടെയും കാലം ഏത് മുതലാണ്? ക്രിസ്തുവിന്റെ ജനനം മുതൽ 7-ാം നൂറ്റാണ്ട് വരെ, AD അല്ലെ. അതുപോലെ കോമൺ ഇറ CE 7 വരെയാണ്. യൂറോപ്പ്, വടക്കേ ആഫ്രിക്ക, പശ്ചിമേഷ്യ എന്നിവയുടെ ഭൂരിഭാഗവും ഭരിച്ചിരുന്ന സാമ്രാജ്യങ്ങളാണ് ഇത് രണ്ടും. എവിടെയൊക്കെയാണ്? യൂറോപ്പിലും വടക്കേ ആഫ്രിക്കയിലും പശ്ചിമേഷ്യയിലും ഭരിച്ചിരുന്ന 2 സാമ്രാജ്യങ്ങൾ. അതില് യൂറോപ്പിനെയും ആഫ്രിക്കയെയും കുറിച്ച് പറയുമ്പോൾ അതിലെ വേർതിരിക്കുന്ന ഒരു കടലുണ്ട്, മെഡിറ്ററേനിയൻ സീ. നിങ്ങൾ നമ്മുടെ മാപ്പ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. മെഡിറ്ററേനിയൻ സീ ആണ് ഇതിനെ രണ്ടിനെയും വേർതിരിക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ റോമൻ സാമ്രാജ്യത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടലായിരുന്നു. ഒരു കടല് ഹൃദയമാകുന്നത് ആ കടലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കുറെ എക്കണോമിക് കാര്യങ്ങളൊക്കെ നടക്കുക. വെള്ളാണെങ്കിലും അതുപോലെ തന്നെ കച്ചവടമാണെങ്കിലും ഒക്കെ. മെഡിറ്ററേനിയൻ പ്രദേശം റോമൻ സാമ്രാജ്യത്തിന്റെ സമ്പൂർണ്ണ ആധിപത്യത്തിന് കീഴിലായിരുന്നു. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഒരു സാമ്രാജ്യം റോമൻ സാമ്രാജ്യമാണ് അല്ലെ, അതിന്റെ ആധിപത്യത്തിന് കീഴിലായിരുന്നു ഈ മെഡിറ്ററേനിയൻ പ്രദേശം. ഇനി അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ, റോമൻ സാമ്രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. വടക്ക് റൈൻ, ഡാന്യൂബ് നദി, 2 നദികളാണ് വടക്ക് അല്ലെ. തെക്കാണെങ്കിൽ സഹാറ മരുഭൂമി, വടക്ക് ഈ 2 നദികളും. റോമാക്കാരും ഇറാനിയന്മാരും പരസ്പര വൈരികളായിരുന്നു. 2 പേരും തമ്മിൽ പരസ്പരം വൈരാഗ്യം സൂക്ഷിച്ച് 2 സാമ്രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ. അപ്പൊ റോമാ സാമ്രാജ്യത്തെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതില് ഈ സാമ്രാജ്യത്തെ ഇറാനിയൻ സാമ്രാജ്യവുമായി ബന്ധപ്പെടുത്തുമ്പോൾ 2ഉം പരസ്പര വൈരികളായിരുന്നു അല്ലെ. കാസ്പിയൻ സമുദ്രത്തിന്റെ തെക്കുഭാഗം മുതൽ കിഴക്കേ അറേബ്യ വരെ ഇറാൻ നിയന്ത്രിച്ചിരുന്നു. അപ്പോൾ ഇറാൻ ഭരിച്ചിരുന്ന ഭാഗങ്ങളാണ്. കാസ്പിയൻ സമുദ്രത്തിന്റെ തെക്കുഭാഗം മുതൽ കിഴക്കേ അറേബ്യ വരെ ഇറാന്റെ നിയന്ത്രണത്തിലായിരുന്നു. അഫ്ഗാനിസ്ഥാന്റെ വലിയൊരു ഭാഗവും അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. അപ്പോൾ ഇറാൻ ഏതൊക്കെ ഭാഗങ്ങൾ കൈവശം വെച്ചു, റോം ഏതൊക്കെ ഭാഗങ്ങൾ കൈവശം വെച്ചു, ഇതൊക്കെയാണ് പറയുന്നത്. ഇനി 2 സാമ്രാജ്യങ്ങളിലെ പ്രധാന വ്യത്യാസങ്ങൾ എക്സാമിന് ചോദിക്കാറുണ്ട്. സാംസ്കാരിക വൈവിധ്യം ഉണ്ട്, സംസ്കാരത്തിലുള്ള വ്യത്യാസം അല്ലെ. എവിടെ? റോമാ സാമ്രാജ്യത്തെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ എല്ലാ ഭാഗത്തും ഒരേ സംസ്കാരമല്ല, വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത സംസ്കാരങ്ങളാണ് നിലനിന്നിരുന്നത്. ഇറാനെ കുറിച്ച് പറഞ്ഞാൽ എല്ലായിടത്തും ഒരേ സംസ്കാരം, എന്ന് വെച്ചാൽ ഭൂരിഭാഗം ആളുകളും ഇറാനിയൻ ജനത തന്നെയായിരുന്നു. പിന്നെ ഒരു വ്യത്യാസം നോക്കൂ, പൊതുഭരണ സംവിധാനം, പല ഭാഷകൾ സംസാരിക്കുന്ന ജനത, ഇത് 2ആയിരുന്നു. പൊതുഭരണ സംവിധാനം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ജനങ്ങളാണെങ്കിൽ പല ഭാഷകളാണ് സംസാരിച്ചിരുന്നത്.
ഇവിടെ ഭാഷാ വൈവിധ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഭാഷാ വൈവിധ്യം കാണുമ്പോൾ ഇവിടെ ഭാഷാ വൈവിധ്യം ഉണ്ടായിരുന്നില്ല. അടുത്തത് റോമാ സാമ്രാജ്യത്തിന്റെ ഭരണം എടുത്തു നോക്കുമ്പോൾ അതിന് 2 ഘട്ടങ്ങളുണ്ട്. ആദിമ സാമ്രാജ്യം എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു, രണ്ടാമത് അന്തിമ സാമ്രാജ്യം. അപ്പൊ 2 ഘട്ടങ്ങളാണ് റോമാ സാമ്രാജ്യത്തിന്റെ ഭരണത്തിനുണ്ടായിരുന്നത്. 4 മുതൽ 7-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു ഘട്ടവും അതിനു മുൻപുള്ള ഒരു ഘട്ടവും. ആദിമ സാമ്രാജ്യം 3-ാം നൂറ്റാണ്ട് വരെയാണ് അല്ലെ. അതിന് മുൻപുള്ള ഘട്ടം എന്ന് പറയുന്നത് 3-ാം നൂറ്റാണ്ട് വരെയാണ്. പിന്നെ 3-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ഒരു ഘട്ടമാണ്. നോക്കൂ, 509 മുതൽ 27 വരെ റോം റിപ്പബ്ലിക് ആയിരുന്നു. റിപ്പബ്ലിക്കൻ ഭരണമാണ് റോമിലുണ്ടായിരുന്നത്. അത് ഒരു പോയിന്റ് ആണ് റോമിനെ കുറിച്ച് പറയുമ്പോൾ. റോമിന്റെ അധികാരം സെനറ്റിൽ നിക്ഷിപ്തമായിരുന്നു. സെനറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണം എടുത്തു നോക്കുമ്പോൾ രാജാവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെനറ്റിന് അധികാരം ഉണ്ടായിരുന്നു അല്ലെ. ധനിക കുടുംബങ്ങൾ മേധാവിത്വം പുലർത്തിയിരുന്ന ഒരു സഭയായിരുന്നു സെനറ്റ്. എന്നുവെച്ചാ ഈ റോമാ സാമ്രാജ്യത്തിലെ നല്ല സമ്പന്നരായ ഒരു വിഭാഗം ആണ് എന്തിൽ വന്നിരുന്നത്? സെനറ്റിൽ. അവരുടെ ഒരു സഭ തന്നെയായിരുന്നു സെനറ്റ്. BC 27 അഗസ്റ്റസ് പ്രിൻസിപ്പേറ്റ് എന്ന പേരിൽ ഭരണം സ്ഥാപിച്ചു. നമ്മുടെ ഹീറോ അല്ലെ, അഗസ്റ്റസ് പ്രിൻസിപ്പേറ്റ് എന്ന പേരിലാണ് ഭരണം സ്ഥാപിച്ചത്. പ്രിൻസെപ്പ് പ്രഥമ പൗരൻ എന്ന വിശേഷണം അദ്ദേഹം ഉപയോഗിച്ചു. പ്രിൻസേപ്പ് എന്ന പേരില്, പ്രിൻസേപ്പിന്റെ മീനിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഥമ പൗരൻ എന്ന പേരിലാണ് അദ്ദേഹം അഗസ്റ്റസ് തന്റെ രാജാവ് എന്നൊരു പേരല്ല, പ്രിൻസേപ്പ് പ്രഥമ പൗരൻ എന്ന പേരാണ് അദ്ദേഹം സ്വീകരിച്ചത്. ചക്രവർത്തിക്ക് തൊട്ടു താഴെ നമ്മുടെ നേരത്തെ പറഞ്ഞ സെനറ്റിന് സ്ഥാനം ഉണ്ടായിരുന്നു. ധനികരും ഭൂവുടമകളും കുലീനരും പ്രതിനിധാനം ചെയ്യുന്ന സഭയാണ് സെനറ്റ്. എന്ന് വെച്ചാൽ കണ്ട, ഈ ഒരു വിഭാഗങ്ങളെയാണ് സെനറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി ഭരണത്തിലെ 3ാമത്തെ നിർണായക ശക്തി, 3ാമത്തെ എന്ന് പറഞ്ഞാലും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട, എന്ന് വെച്ചാൽ റോമാ സാമ്രാജ്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ശക്തി തന്നെയായിരുന്നു സൈന്യം. റോമാ സൈന്യം ഒരു പ്രൊഫഷണൽ സൈന്യമായിരുന്നു. 25 വർഷം സേവനം ചെയ്യാൻ നിയുക്തരായ പടയാളികൾക്ക് ശമ്പളം നൽകിയിരുന്നു. നല്ല ശമ്പളം കൊടുത്തുള്ള സൈനികര്. ഇനി ഒരു പ്രത്യേകത കൂടി ഇവർക്കുണ്ടായിരുന്നു. വലതും അതുപോലെ സംഘടിതവുമായ സൈന്യത്തിന് ചക്രവർത്തിയുടെ വിധി നിർണയിക്കുന്നതിനുള്ള കരുത്തുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് രാജാവ്, സെക്കൻഡ് സെനറ്റ്, തേർഡ് സൈന്യം എന്ന് പറഞ്ഞാലും സൈന്യത്തിന് വളരെയധികം റോൾ ഉണ്ടായിരുന്നു. എന്തും തീരുമാനിക്കാനുള്ള, ചക്രവർത്തിയുടെ വിധി തീരുമാനിക്കാനുള്ള ഒരു ശക്തി ആർക്കുണ്ടായിരുന്നു? സൈന്യത്തിനുണ്ടായിരുന്നു. അപ്പോ ചക്രവർത്തി, സെനറ്റ്, സൈന്യം എന്നിവ റോമൻ രാഷ്ട്രീയ ചരിത്രത്തിലെ 3 പ്രധാന കളിക്കാരായിരുന്നു. എക്സാമിന് ക്വസ്റ്റ്യൻ വരും, ആരൊക്കെയാണ്? ചക്രവർത്തിക്ക് താഴെ, സെനറ്റിന് താഴെ സൈന്യം. പക്ഷെ 3 പേർക്കും ഭരണത്തിൽ ഒരേ പങ്കായിരുന്നു അല്ലെ. സൈനികർക്ക് വളരെയധികം ശക്തമായ ഒരു സ്ഥാനം റോമാ സാമ്രാജ്യത്തിലുണ്ടായിരുന്നു. അഗസ്റ്റസ് യുഗം, അഗസ്റ്റസിന്റെ കാലഘട്ടം എങ്ങനെ നോക്കാം. 1ഉം 2ഉം നൂറ്റാണ്ടുകളിൽ റോമൻ സാമ്രാജ്യം ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്ന് സ്വതന്ത്രമായിരുന്നു. കാരണം ആരാണ് ഭരിച്ചിരുന്നത്? അഗസ്റ്റസ്. വിദേശ യുദ്ധങ്ങളും കുറവായിരുന്നു. അഗസ്റ്റസിൽ നിന്ന് ടൈബീരിയയിലേക്ക് ലഭിച്ച സാമ്രാജ്യം വിപുലീകരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. വളരെ ശക്തമായ ഒരു സാമ്രാജ്യമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കാലത്ത് ഒരു അഗസ്റ്റസ് യുഗം സമാധാനത്തിന്റെ കാലഘട്ടമായിരുന്നു. ആരും ആക്രമിക്കില്ല, അത്രയും ശക്തനായ ഒരു രാജാവായിരിക്കും അല്ലെ. റോമൻ ഭരണ സംവിധാനത്തെ കുറിച്ച് ചോദിക്കാറുണ്ട് എക്സാമിന്. സാമ്രാജ്യത്തിലെ മുഴുവൻ പ്രദേശങ്ങളെയും പ്രവിശ്യകളായിട്ട് തരം തിരിച്ചിരുന്നു. പ്രവിശ്യ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗങ്ങൾ, ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് രാജ്യത്തെ തരം തിരിക്കുക, ഡിവൈഡ് ചെയ്തുകൊണ്ട് ഭരിക്കുക. ഭരണത്തിന്റെ അടിസ്ഥാന നഗരങ്ങളായിരുന്നു. നഗരങ്ങളിലെ കേന്ദ്രീകരിച്ചായിരുന്നു ഭരണം നടത്തിയിരുന്നത്. ഗ്രാമങ്ങളിൽ നിന്ന് നികുതി പിരിച്ചത് നഗരങ്ങൾ മുഖേനയാണ്. പ്രവിശ്യകളിലെ ഉപരിവർഗം ഭരണം, നികുതി, പിരിവ് എന്നിവയെ സഹായിച്ചിരുന്നു. അപ്പൊ ഓരോ പ്രവിശ്യ, ഓരോ പ്രദേശമാണ് പ്രവിശ്യ, ഓരോ സ്ഥലം അങ്ങനെ ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഓരോ പ്രദേശത്തിനും പ്രദേശത്തെ ഉപരിവർഗം എന്ന് വെച്ചാൽ ഉയർന്ന വിഭാഗം, ആ പ്രദേശത്തിന്റെ ഉയർന്ന വർഗം ആരാണോ അവർക്ക് നികുതി, പിരിവ് എന്നിവയെ അവർ സഹായിച്ചിരുന്നു. പിന്നെ ഇവരിൽ നിന്നുള്ളവർ ഉദ്യോഗസ്ഥരും സൈനിക മേധാവികളും ഭരണകൂടത്തിലെ വരേണ്യവർഗമായിരുന്നു. ഈ ഉപരിവർഗത്തിൽ നിന്നുള്ളവര് സൈനിക മേധാവികൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഭരണകൂടത്തിലെ തന്നെ വരേണ്യവർഗം, ഉയർന്ന സ്ഥാനമുള്ളവരും ഒക്കെ ഈ പ്രവിശ്യകളിലെ ഉപരിവർഗം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഒരു പ്രദേശത്തിലെ നികുതി പിരിക്കാനുള്ള അധികാരമൊക്കെ അവിടുത്തെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുക. അന്ന് അവരെ ഉപരിവർഗം എന്ന് സൂചിപ്പിക്കുന്നു. മനസ്സിലായോ? അപ്പൊ അവർക്ക് അതിൽ നല്ല റോൾ ഉണ്ടായിരിക്കും അല്ലെ. റോമൻ നഗരങ്ങൾ എങ്ങനെ നോക്കാം.
സ്വന്തമായി മജിസ്ട്രേറ്റ്മാരും നഗരസഭയും ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശവുമുള്ള നഗര കേന്ദ്രങ്ങളെയാണ് നഗരം എന്ന് വിളിക്കുന്നത്. അപ്പോൾ മജിസ്ട്രേറ്റ് ഉണ്ടാവും, അവിടെ നഗരസഭ ഉണ്ടാവും, ഗ്രാമങ്ങളെല്ലാം കൂടിയത്. നഗരങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളെ ഒഴിവാക്കിയിട്ടില്ല, ഇതെല്ലാം കൂടിയതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റോമൻ നഗരം എന്ന് വിളിച്ചിരുന്നത്. ഗ്രാമങ്ങളെ നഗരങ്ങളുടെ പദവിയിലേക്ക് ഉയർത്താനോ നഗരങ്ങളെ ഗ്രാമങ്ങളിലേക്ക് മാറ്റാനോ കഴിയുമായിരുന്നു. പരസ്പരം വലിയ വ്യത്യാസങ്ങളില്ലാതെയാണ്. ഗ്രാമം കാണുമ്പോൾ ഗ്രാമം തന്നെയായിരിക്കും, പക്ഷെ അവരുടെ പദവിയിലേക്ക് ഉയർത്താനോ അതുപോലെ അവരെ അത്രയും മുന്നോട്ട് കൊണ്ട് ഗ്രാമങ്ങൾക്കും കൂടി ഭരണം എത്തിച്ചിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഭരണകൂടത്തിന്റെ പ്രീതിയോ അപ്രീതിയോ ആണ് ഇതിന്റെ അടിസ്ഥാനം. അത് ഭരണകൂടത്തിന് ഗ്രാമങ്ങളോടുള്ള ഒരു താല്പര്യം അല്ലെ. നഗരങ്ങളിൽ താമസിച്ചത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്താണെന്ന് വെച്ചെങ്കിൽ ക്ഷാമകാലത്തെ മെച്ചപ്പെട്ട ഭക്ഷ്യവിതരണം ഇതൊക്കെ നഗരങ്ങളിൽ നടക്കും. പൊതു കുളിമുറികൾ ഉണ്ടാവും, ഉയർന്ന നിലവാരത്തിലുള്ള വിനോദങ്ങൾ നമ്മളിന്ന് കാണുന്നതൊന്നും ആയിരിക്കില്ല അല്ലെ. അതിലും നല്ല അടിപൊളിയായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ എവിടെ ഉണ്ടായിരുന്നു? റോമാ സാമ്രാജ്യത്തിലെ നഗരങ്ങളിൽ ഉണ്ടായിരുന്നു. ഇനി 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി കാരണങ്ങൾ ഒരുപാടാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 225 ഇറാനിയൻ അധികാരത്തിലെത്തിയ സസാനിയൻ, ഇനി കുറെ വിഭാഗങ്ങളെ കുറിച്ച് ഉണ്ട്. സസാനിയൻ രാജവംശം റോമാ സാമ്രാജ്യത്തിന് നേരെ ഭീഷണി ഉയർത്തി. നമുക്ക് അഗസ്റ്റസ് ഭരിക്കുമ്പോൾ ഒരാക്രമണം ഉണ്ടായിരുന്നില്ല. പിന്നീട് എന്താണ് വരുന്നത്? 3-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ആക്രമണങ്ങളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. വരുന്ന റോമൻ സൈന്യത്തെ നശിപ്പിക്കുമെന്നും ആന്റിയോക്ക് പിടിച്ചെടുക്കുമെന്നും, അത് റോമിന്റെ പ്രദേശമാണ്, അത് പിടിച്ചെടുക്കുമെന്നൊക്കെ ഭീഷണി അവര് മുഴക്കി. പ്രതിസന്ധി ഉണ്ടാവാനുള്ള കാരണങ്ങൾ നോക്കൂ. ജർമാനിക് ഇതൊരു ഗോത്രങ്ങളാണ് കേട്ടോ. ജർമാനിക് കുറെ ഗോത്രങ്ങൾ, ബാബേറിയന്മാര്, അതുപോലെ തന്നെ ഗോത്രവർഗങ്ങൾ നമ്മൾ ഇനി പഠിക്കും. അതിൽപ്പെട്ട ഒരു ഗോത്രമാണ്. റൈൻ ഡാനൂബ് അതിർത്തികളിലേക്ക് അതിക്രമിച്ചു. ഈ ഗോത്രങ്ങളുടെ പ്രത്യേകത, അവർക്കൊരു ലൈസൻസും ഉണ്ടാവില്ല. അവര് ആക്രമണത്തിൽ ഭയങ്കര പെട്ടെന്നായിരിക്കും ആക്രമിച്ചു കയറുക അല്ലെ. തുടർച്ചയായ ആക്രമണം ഉണ്ടായത് മൂലം ഡാനൂബിന് അപ്പുറത്തുള്ള പ്രദേശങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നു. കണ്ടോ, ഡാനൂബ് നദിക്ക് അപ്പുറമുള്ള പ്രദേശങ്ങളൊക്കെ ഇവര് ഉപേക്ഷിച്ചു. അഗസ്റ്റസ് വലിയൊരു സാമ്രാജ്യമാക്കി വെച്ചതായിരുന്നു അല്ലെ. അതിന്റെ ഓരോ ഭാഗങ്ങളും ഇവർക്ക് ഉപേക്ഷിക്കേണ്ടി വരികയാണ്. 47 വർഷത്തിനുള്ളിൽ 25 ചക്രവർത്തി അധികാരത്തിലെത്തിയത്. കാരണം ഒരാൾ തോറ്റ് അടുത്ത ആൾ വരിക, അങ്ങനെ ആയിരിക്കും പരാജയപ്പെടുമ്പോഴേ. അപ്പൊ അങ്ങനെ 25 ചക്രവർത്തിമാര് മാറി മാറി ഭരിക്കേണ്ടി വന്നു അല്ലെ. അപ്പൊ ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. ഇനി റോമാ സാമ്രാജ്യത്തിലെ ലിംഗ സാക്ഷരതാ സംസ്കാരം ഇതിലൊക്കെയുള്ള വ്യത്യാസങ്ങൾ നോക്കാം. എന്നുവെച്ചാൽ റോമൻ സമൂഹത്തിൽ അണുകുടുംബങ്ങൾ, ചെറിയ ചെറിയ കുടുംബങ്ങൾ അല്ലെ. പിന്നെ പുരുഷന്മാർക്കായിരുന്നു ആധിപത്യം. സ്ത്രീകൾക്ക് സ്വത്ത് കൈവശം വെക്കാനും കൈകാര്യം ചെയ്യാനുള്ള നിയമാവകാശം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പൈതൃകമായി ലഭിച്ച സ്വത്ത് ഭർത്താക്കന്മാർക്ക് കൈമാറിയിരുന്നില്ല, സ്ത്രീകൾ തന്നെ കൈവശം വെക്കും. പിതാവിന്റെ സ്വത്തിന്മേലുള്ള അവകാശം സ്ത്രീകൾ സ്വന്തമായി നിലനിർത്തിയിരുന്നു. വിവാഹമോചന ഡൈവേഴ്സ് കുറെ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ, എളുപ്പമായിരുന്നു എന്നാ പറയുന്നത്. പുരുഷന്മാർ വൈകിയാണ് വിവാഹം, സ്ത്രീകൾ 20കളുടെ തുടക്കത്തിൽ വിവാഹം ചെയ്തു. 20 വയസ്സായ സ്ത്രീകളും കുറെ ഏജ് ആയിട്ടുള്ള പുരുഷന്മാരൊക്കെ ആയിരിക്കും അല്ലെ. അതാണ് ഇവര് പറയുന്നത്. ഈ സ്ത്രീ പുരുഷന്റെ ഏജിൽ വ്യത്യാസം നല്ലോണം ഉണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ സാക്ഷരതാ നിരക്ക് പലയിടത്തും പലതരത്തിലായിരുന്നു. എല്ലാ സ്ഥലത്തും വിദ്യാഭ്യാസം എന്ന് പറയാൻ പറ്റില്ല അല്ലെ. ബോംബെ നഗരത്തിലെ മതിലുകളിൽ അറിയിപ്പുകളും ലിഖിതങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. എന്നുവെച്ചാൽ വിവരങ്ങളൊക്കെ നമ്മൾ ഇപ്പോ നോട്ടീസൊക്കെ പഠിക്കുന്ന പോലെ അന്ന് എഴുതി വെക്കലായിരുന്നു. പ്രൊഫഷണൽ എഴുത്തുകാരുണ്ടായിരുന്നു. അവരാണ് കരാറുകളും, നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ തെളിവുകളൊക്കെ കിട്ടി, കരാറും പ്രമാണങ്ങളൊക്കെ അതൊക്കെ എഴുതി വെച്ചിരുന്നത് എഴുത്തുകാരാണ്. കരാറിൽ ഏർപ്പെടുന്നവർക്ക് സാക്ഷരത കുറവായിരുന്നു. പിന്നെ പടയാളികൾ, സൈനിക ഉദ്യോഗസ്ഥർ, എസ്റ്റേറ്റ് മാനേജർ എന്നിവരിൽ സാക്ഷരത വ്യാപകം. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളിലൊക്കെ നല്ല സാക്ഷരത ഉണ്ടായിരുന്നു. റോമൻ സാമ്രാജ്യത്തിൽ വലിയ സാംസ്കാരിക വൈവിധ്യം നിലനിന്നിരുന്നു. സംസ്കാരത്തിൽ വൈവിധ്യം കാണാം റോമൻ സാമ്രാജ്യത്തിൽ. ഏറെക്കുറെ പല ഭാഷ സംസാരിക്കുന്നവരൊക്കെ ഉള്ള കാരണം സംസ്ഥാനങ്ങളിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പല ഭാഷകളാണ് അവർ സംസാരിച്ചിരുന്നത്. അത് സാമ്രാജ്യത്തിന്റെ പ്രത്യേകതയാണ്. സാമ്പത്തിക വികാസം എങ്ങനെ നോക്കൂ. തുറമുഖങ്ങള്, കോറികള്, ഇഷ്ടിക കളങ്ങള്, ഒലിവെണ്ണ, ഇതിലൊക്കെ സാമ്രാജ്യം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. എല്ലാ സാമ്രാജ്യത്തിലും ഉണ്ടായിരുന്നു. ഒലിവെണ്ണയ്ക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വീഞ്ഞും ഒലിവെണ്ണയും പ്രത്യേക ഭരണിയിൽ കൊണ്ടുവന്നത് അത്രയും കെയറായിട്ട്, നല്ല വില കൂടിയതും അതുപോലെ വളരെ ഉപയോഗമുള്ളതുമായ ഒരു എണ്ണയാണ്. അത് അവര് ധാരാളം വളരെ ശ്രദ്ധയോടുകൂടിയാണ് സൂക്ഷിച്ചിരുന്നത്.
എന്തൊക്കെ ഉണ്ടായിരുന്നത്? ഒലിവെണ്ണ നിർമ്മാണ ഫാക്ടറികള്, അതുപോലെ തന്നെ ഇഷ്ടിക കളങ്ങള്, കോറികള്, തുറമുഖങ്ങൾ, ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു അല്ലെ. ഗോതമ്പ്, വീഞ്ഞ്, ഒലിവെണ്ണ മുതലായ സാധനങ്ങൾ എത്തിയിരുന്നത് സ്പെയിൻ, ഗാലിക് പ്രവിശ്യകൾ, ഉത്തര ആഫ്രിക്ക, ഈജിപ്ത്, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നുമായിരുന്നു. അതൊന്ന് സൂക്ഷിക്കണേ, ശ്രദ്ധിക്കുക. കണ്ട ഒലിവെണ്ണ, ഇതാണ് ഒലീവ്, ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒലിവ് ഓയില്. ഒലിവെണ്ണ അതന്നെ സ്പാനിഷ് ഒലിവെണ്ണയുടെ, സ്പെയിനിൽ നിന്ന് കൊണ്ടുവരുന്ന ഒലിവെണ്ണയ്ക്ക് നല്ല പ്രാധാന്യം ഉണ്ടായിരുന്നു അല്ലെ. സ്പാനിഷ് ഒലിവെണ്ണ സൂക്ഷിച്ചിരുന്ന കുപ്പികൾ കണ്ട ഡ്രസ്സില്. പിന്നെ വീഞ്ഞ് കബാനിയയിൽ നിന്നും, ഗോതമ്പ് സിസിലിയിൽ നിന്നും, അതുപോലെ തന്നെ ബൈസാൻഷ്യത്തിൽ നിന്നും എന്നിവിടങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്നു. ഒലിവെണ്ണ സ്പെയിനിൽ നിന്നുമാണ് എത്തിയിരുന്നത്. ഒലിവെണ്ണയ്ക്ക് സ്പെയിനിൽ ഒലിവെണ്ണയ്ക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ഉണ്ട്. അതിവിടെ 2-3 ഭാഗത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്യാം, എവിടെ നിന്നൊക്കെയാണ് സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നത്. അവികസിതങ്ങളായ ചില പ്രദേശങ്ങൾ റോമാ സാമ്രാജ്യത്തിലുണ്ടായിരുന്നു. അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ന്യൂമിഡിയയിലെ ഇടയർ ആടുമാടുകൾ പുൽമേടുകൾ തേടിക്കൊണ്ട് മലമ്പ്രദേശങ്ങളിൽ നിന്നും മലയടിവാരത്തേക്ക് ഓരോ വർഷവും സഞ്ചരിക്കേണ്ടതുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വികാസം പ്രാപിക്കാത്ത പ്രദേശങ്ങളും എവിടെ ഉണ്ടായിരുന്നു? റോമിലുണ്ടായിരുന്നു. അവർ ഓവൻ ആകൃതിയിലുള്ള കുടിലുകൾ എടുത്തുകൊണ്ടാണ് സഞ്ചരിച്ചിരുന്നത്. അവര് വീടൊക്കെ അങ്ങനെ കൊണ്ടു നടക്കുക ചെയ്യാം. എന്ന് വെച്ചാൽ ഒട്ടും വികസിതമില്ലാത്ത പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇടയർ ആടുമാടുകൾക്ക് പുൽമേടുകൾ തേടിക്കൊണ്ട് മലപ്രദേശങ്ങളിൽ നിന്നും മലയടിവാരത്തേക്ക് വർഷം തോറും നടത്താറുള്ള സഞ്ചാരം ട്രാൻസ്ഹ്യൂമാൻസ് അല്ലെ. അവര് എന്താണെന്ന് ട്രാൻസ്ഹ്യൂമാൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇടയർ അവര് ആടുകളെ തേടിയിട്ട് താഴേക്ക് വരും അല്ലെ, അതിനെ വിളിക്കുന്ന പേരാണ് കേട്ടോ. ജലോർജം ഉപയോഗിച്ചുള്ള മില്ലുകൾ, സ്വർണം, വെള്ളി ഖനനം എന്നിവ സാങ്കേതിക വിദ്യയുടെ രംഗത്തു നേടിയ പുരോഗതിയാണ്. സുസംഘടിതമായ വാണിജ്യ ബാങ്കിംഗ് ശൃംഖലകൾ, പണത്തിന്റെ വ്യാപകമായ ഉപയോഗം എന്നിവ റോമൻ സാമ്രാജ്യത്തിന്റെ അടയാളങ്ങളാണ്. വെരി ഇമ്പോർട്ടന്റ്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. റോമൻ സാമ്രാജ്യത്തിന്റെ വളർച്ചയെ കുറിച്ചൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ പറയുന്ന പോയിന്റുകളൊക്കെ എഴുതാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. തൊഴിലാളികളെ നിയന്ത്രിക്കുന്നത്. പൗരാണിക ലോകത്ത് ആഴത്തിൽ വേരോടിയ ഒരു സ്ഥാപനമായിരുന്നു അടിമത്വം. അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ സേവനവും നൽകിയിരുന്നത് അടിമകളായിരുന്നില്ല. എല്ലാ സേവനവും നൽകിയിരുന്നത് അടിമകളായിരുന്നില്ല. പല സ്ഥലങ്ങളിലും കൂലി തൊഴിലാളികളെയാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. അടിമത്വം പലയിടങ്ങളിലും ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ കൂലി തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. അടിമകളെ നിക്ഷേപമായാണ് കണക്കാക്കിയിരുന്നത്. നമുക്ക് കുറെ അടിമകൾ ഉണ്ടെങ്കിൽ നമ്മൾ കുറെ സ്വർണ്ണം ഉണ്ട് പറയണ പോലെ അല്ലെ, അവരെ കൊണ്ട് കുറെ പണി ഇരിക്കാലോ. ഉപരിവർഗം അടിമകളോട് മൃഗീയമായി പെരുമാറിയപ്പോൾ സാധാരണക്കാർ അനുകമ്പ കാണിച്ചു. 1-ാം നൂറ്റാണ്ടിൽ യുദ്ധം കുറഞ്ഞപ്പോൾ യുദ്ധ തടവുകാരായ അടിമകളുടെ ലഭ്യതയെ ബാധിച്ചു. അടിമകൾക്കിടയിൽ സന്താനോത്പാദനം വർദ്ധിപ്പിക്കാനും കൂലിവേലക്കാരുടെ സേവനം ഉപയോഗപ്പെടുത്താനും അടിമകളെ ഉപയോഗിക്കുന്നവർ നിർബന്ധിതരായി. കാരണം അടിമകളുടെ കുട്ടികൾ ഉണ്ടായ അവരെ ഉപയോഗിക്കാലോ. അതുപോലെ കൂലി തൊഴിലാളികാരനെയൊക്കെ ഉപയോഗിച്ചു. അടിമകളെ കിട്ടാതെ വന്നപ്പോഴേ യുദ്ധങ്ങളൊക്കെ കുറഞ്ഞപ്പോ അടിമകളെ കിട്ടാതായി തുടങ്ങി. അതുകൊണ്ട് തന്നെ കൂലി തൊഴിലാളികളെയൊക്കെ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അടിമകളെ ബിസിനസ് മാനേജർമാരായി ഉപയോഗിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. തേർഡ് ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായി ഈ പറയുന്ന കാര്യങ്ങൾ. ഇനി ഇത് നിങ്ങൾ പഠിക്കാം.